everybody, thank you for coming. പൂജ തൊട്ട് നിങ്ങൾ തന്ന സപ്പോർട്ട് ഭയങ്കര വലുതായിരുന്നു. നമ്മുടെ കണ്ടൻസ് ഒക്കെ നന്നായിട്ട് ഷെയർ ചെയ്തു, നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഹോപ്പ് ടീസർ പാട്ടുമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നാളെ സിനിമ റിലീസാണ്. ഇപ്പോൾ ഒരു വൺ ഇയർ എടുത്തിരുന്നു ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഞങ്ങളുടെ ക്രൂവിൻ്റെ താരതമ്യേന ഫ്രഷേഴ്സ് ആയിട്ടൊരു ക്രൂ ആണ്. ക്രൂവിൻ്റെ വളരെ 1 ഇയറത്തെ കഷ്ടപ്പാടാണ്. ആ എഫേർട്ട് നാളെ നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ കഴിയും. നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ സെയിം വൈബ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടും. സോ ആ സിനിമ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും കണ്ണും പൂട്ടി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. അതൊരു ബിഗ് ഹിറ്റ് ആക്കാനായിട്ട് നന്നായിട്ട് പുഷ് ചെയ്യുക. നമ്മൾ തിയേറ്ററിൽ അടിക്കണം എന്ന രീതിയിലാണ് ആ സിനിമയെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ ഒരു സാധനത്തിൽ അടിച്ചിട്ട് അടുത്ത സാധനമെങ്കിലും പിടിക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ പരിപാടികൾ അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളെ പ്രൊഡ്യൂസർ സെഞ്ചുറി കൊച്ചുമോൻ സാറ് പടം ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ സെഞ്ചുറി കൊച്ചുമോൻ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, സെഞ്ചുറി എന്ന് പറയുന്നത് സെഞ്ചുറി മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസുകളിലൊന്നാണ്. ഭയങ്കര ലെഗസി ഉള്ളൊരു പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പോൾ ദേ സ്റ്റാൻഡ്സ് ഫോർ ഫാമിലി വാല്യൂസ്. അനുബന്ധം, തന്മാത്ര പോലുള്ള വലിയ വലിയ സിനിമകൾ ചെയ്ത പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പോൾ ആ ഫാമിലി വാല്യൂസിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ദാവീദ് പോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷറായിട്ടൊരു ഡയറക്ടർ വന്ന് ചെയ്യുന്നു. അതിൽ കുറേ ക്രൂസ് മെമ്പേഴ്സും പുതിയ ആളുകളാവുന്നു. പക്ഷേ പടം കണ്ടു കഴിഞ്ഞപ്പോൾ സെഞ്ചുറിയുടെ ലെഗസി നഷ്ടപ്പെട്ടിട്ടില്ല. ആൻഡ് ദ ഫിലിം സ്റ്റാൻഡ്സ് ഫോർ ഇറ്റ്സ് ഫാമിലി വാല്യൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അത് നിങ്ങൾക്കും നാളെ തിയേറ്ററിൽ അത് പ്രതീക്ഷിക്കാൻ പറ്റും. ദാവീദ് ഇസ് ഇൻ ആൻഡ് ഔട്ട് ഫാമിലി എൻ്റർടൈനർ. ഫാമിലി വരണം, ഫാമിലി വന്ന പടം കാണണം. നിങ്ങൾക്ക് ആ ഫാമിലിക്ക് ആ പടം ഭയങ്കര എൻജോയബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും പിള്ളേർ വന്നാൽ വർക്കാവില്ല എന്ന്. അപ്പോൾ അതിൻ്റെ മറുപടിയും കൊച്ചുമോൻ സാർ തന്നെ പറഞ്ഞു, പിള്ളേരും വരുന്നത് ഫാമിലി എന്നല്ലേ, അവന്മാർക്കും വർക്കാവുമെന്ന്. സോ അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ സിനിമയുടെ USP നമുക്ക് ഈ കൂട്ടത്തിലിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾക്ക് അറിയാം, പേഴ്സണലി അറിയാവുന്നവരുണ്ട്. നമ്മുടെ സിനിമയിലെ തന്നെ ഉള്ള ആളുകളാണ്, മലയാള സിനിമയിലുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ മോ ഇസ്മയിൽ. ഹി ഡൺ ദ ക്യാരക്ടർ സൈനുൽ അഹ്മദോവ്. അപ്പോൾ അദ്ദേഹം ഈസ് ആൻ ഈജിപ്ഷ്യൻ അമേരിക്കൻ ആക്ടർ, പ്രൊഡ്യൂസർ. ആൻഡ് വെൻ ഐ എം വർക്കിംഗ് വിത്ത് ഹിം, എന്നെ ഒരുപാട് പുള്ളി ഇൻസ്പയർ ചെയ്തിരുന്നു വിത്ത് ഹിസ് ആക്ടിങ് സ്കിൽസ്. ആൻഡ് മലയാള സിനിമയ്ക്ക് ഈ സിനിമയിലൂടെ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ കഴിയുന്നു. ആൻഡ് മൈ Mo Ismail as Sainul Akhmadov. Okay, and I think Mo has something to talk to you guys. He is our USP, and please listen to him. Good evening, namaskaram, and assalamu alaikum. Hope everybody's doing great. It's an absolute pleasure and honor to be here with you guys. Thank you guys for coming today, all the press. It's much appreciated that you're covering this incredible film. But before I start, I want to first start everyone from the beginning of this incredible journey, including, of course, Govind. But before that, I want to thank my man all the way to the right corner, Achu, one of the main producers on this film, because he made everything happen, and he reached out to me. And from the second I laid my eyes on the script, honestly, I was amazed that this kind of film was written by Deepu and Govind, who put so much effort, research. They went all around India, talked to so many real athletes, real boxers, to really come up with a story, and then intertwine it and integrate it, and then package the film in a way where it is sold to a general audience, to a family, for an action, however it might be pleased. And then, of course, with Anthony's beautiful presence, this is one of the men that I respect the most on this film, because he went through an insane transformation. And me being an athlete myself and usually maintaining a specific physique, I know how hard it is. So for Anthony to do this with the rest of the production team, it was absolutely phenomenal. And then to work with the cast like Jess, who for me blew my mind. I love her. Every scene was amazing. Lijo was phenomenal. Saiju sir, remember from the first day we connected, and it was just, we knew each other, all of us. So it's been a magical journey. It took us over 3 months to bring this for you guys. It's premiering finally tomorrow, and we're very excited. I'm very happy and honored and humbled to be here. I hope you guys, and I'm sure actually you will enjoy the film, and I'm looking forward to your reviews.
So thank you for having me. Govind sir, you are a legendary director. As you guys know, some of you might know, this is his directorial debut. And I can assure you, he's going to make waves not just out of Kerala, but all the way out of India, regionally, globally, and internationally. Because I will tell you something, sir, I have watched every fight movie since Bruce Lee, since the 1960s. I grew up watching Stallone, Arnold, and everybody. And to see a film like this coming out of Kerala, brought by this beautiful team, for me, I'm telling you, we're taking things to a next level, and I can put my word behind that. And I can also tell you something else. Lastly, me and Pepe, for 11 days straight, were fighting 12 hours a day, punching each other in the face, in the ribs, in the body, everywhere. Everything was performed, of course, professionally and up to task, but I've never seen a man take this many punches and still survive, and I'm happy you also punched me back, but thank you. Thank you very much. അപ്പോൾ നമ്മുടെ സിനിമ നാളെ റിലീസാവാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത സിനിമയാണ്. എല്ലാ സിനിമകളുടെ പിന്നിലും ഹാർഡ് വർക്ക് ഉണ്ട്. പക്ഷേ ഈ പടത്തിന് വേണ്ടി ഞങ്ങളൊരു 6 month ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. ബോക്സിങ്ങും അതേപോലെ തന്നെ വർക്കൗട്ട്, ഡയറ്റ്. ഞാൻ ഭയങ്കര ഫുഡി ആയിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തു. ഇപ്പോൾ ഈ പടം ചെയ്തതിനൊക്കെ ഉപരി എനിക്ക് പേഴ്സണലി എനിക്കിപ്പോൾ ആ ഒരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി, ആറ്റിറ്റ്യൂഡ് എനിക്ക് ഈ പടത്തിൽ നിന്ന് കിട്ടി. അതെനിക്കൊരു പേഴ്സണൽ അച്ചീവ്മെൻ്റ് ആണ് ഈ ദാവീദ് എന്ന് പറഞ്ഞ മൂവി ചെയ്തതിൽ. അപ്പോൾ ദാവീദ് എന്ന് പറഞ്ഞ സിനിമയെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഇതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയല്ല. ഒരു സാധാരണ ഒരു മലയാളിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു സ്റ്റോറിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത്രയും നല്ല രീതിയിൽ നമ്മൾ പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള റിസൾട്ട് തിയേറ്ററിൽ വരട്ടെ. അതേപോലെ തന്നെ നാളെ വേറെ 2 സിനിമകൾ റിലീസാവുന്നുണ്ട്. പൈങ്കിളി, അതിനകത്ത് നമ്മുടെ ഫ്രണ്ട്സാണ് വർക്ക് ചെയ്തിരുന്നത്. സജിൻ എൻ്റെ കൂട്ടുകാരനാണ്. അതേപോലെ തന്നെ അർജുൻ്റെ പടം ഇറങ്ങുന്നുണ്ട്, റൊമാൻസ്. അപ്പം എല്ലാ പടങ്ങൾക്കും എല്ലാവിധ ആശംസകളും. ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടട്ടെ. കാരണം ഒരു പടം ചെയ്യുമ്പോൾ അതിനുവേണ്ടി അവരെടുക്കുന്ന എഫേർട്ടും അതൊക്കെ അതായത് നമുക്കത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എല്ലാ പടത്തിനും ബെസ്റ്റ് റിസൾട്ട് കിട്ടട്ടെ, ഏറ്റവും അടിപൊളിയാവട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം പടം ദാവീദും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ദാവീദിലേക്ക് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ എത്തിപ്പെട്ടത്. ഒരു സോങ് കട്ടിൽ മാത്രം അഭിനയിക്കേണ്ടിരുന്ന ഞാൻ ഒരു മുഴുനീള കഥാപാത്രം എനിക്ക് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്, ചാൻസ് ചോദിച്ചാൽ നമുക്ക് ചാൻസ് കിട്ടും. ചിലപ്പോൾ 1 പ്രാവശ്യം ചോദിച്ചാൽ കിട്ടൂല, 2 പ്രാവശ്യം ചോദിച്ചാൽ കിട്ടൂല, പക്ഷേ 5-6 പ്രാവശ്യം ചോദിച്ചാൽ ആരെങ്കിലും ഒരാൾ തരണ്ടിരിക്കില്ല, സഹതാപങ്ങളിൽ തോന്നിയിട്ട്. അപ്പോൾ അങ്ങനെ ഗോവിന്ദ് ശ്രീനാഥ് രാജേന്ദ്രൻ്റെ അസോസിയേറ്റ് ആയിരുന്നു തീവണ്ടിയിൽ. തീവണ്ടിയിൽ അദ്ദേഹം ചീഫ് അസോസിയേറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫെല്ലിയുടെ പടമായിരുന്നു. അന്നാണ് ഗോവിന്ദനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പിന്നെ കൽക്കിയിൽ വീണ്ടും അസോസിയേറ്റ് ആയിരുന്നു, അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ആ ടീമിലെ ഓരോ ആൾക്കാരും, ഇപ്പോൾ ദീപു ഒക്കെ കൽക്കിയിൽ വർക്ക് ചെയ്ത ആളാണ്. പിന്നെ സുജിനാണ് നമ്മുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ. അദ്ദേഹത്തിനെ പറ്റിയും എടുത്തു പറയേണ്ടതാണ്. നല്ലൊരു ടീമാണ്. അതിൻ്റെ അകത്ത് ഓരോ ആൾക്കാർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡയറക്ഷനിലേക്ക് വരുന്നു. അവർ പഴയ പരിചയം വെച്ചിട്ടോ സ്നേഹം വെച്ചിട്ടോ ഒക്കെ നമ്മളെ കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മോയിൻ്റെ വോയിസ് കേട്ടപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഞെട്ടിയില്ലേ? ഇതേപോലെയായിരുന്നു ക്യാരമലിൽ ഞാൻ ഇരിക്കുമ്പോഴത്തേക്കും ഡോർ ആരോ തുറന്നു. അപ്പോൾ പെട്ടെന്ന് മോയിൻ്റെ വോയിസ് കേട്ടു. ഞാൻ പറഞ്ഞത് ആരാണ്? ഭയങ്കര രസമുള്ള വോയിസ്, എന്ത് രസമാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ബ്ലേസറൊക്കെ ഇട്ടിട്ട് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇദ്ദേഹമായിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റിയത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഷോട്ട് നമ്മളൊരു കോളനിയിലാണ് ഷൂട്ട് ചെയ്തത്. ആഷിഖ് അബു, ദ മാൻ ഹു നെവർ ഫിഞ്ച്, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡയലോഗ്. ഞാൻ പറഞ്ഞപ്പോൾ അത്ര ഒത്തില്ല, പക്ഷെ പുള്ളി അത് അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. തിയേറ്ററിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ ഒരു ഭയങ്കര വോയിസിൻ്റെ ഉടമയാണ് മോ. ആൻ്റണിയായിട്ട് ആദ്യമായിട്ട് എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റി. അതിൻ്റെ ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ. മിക്കവാറും ഇവിടുത്തെ ലീഡ് ഹീറോസ് എല്ലാവരെയും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ആൻ്റണി മാത്രമായിരുന്നു അങ്ങനെ 3-4 പേരിൽ മിച്ചമുണ്ടായിരുന്നു. പക്ഷേ ആൻ്റണിയായിട്ടും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി.
ഞാൻ ഈ മേപ്പടിയാൻ ചെയ്യുന്ന സമയത്ത് ഉണ്ണിമൂന്നിനെ അതുവരെ നമ്മൾ 6 പാക്കും നല്ല ബോഡിയൊക്കെ ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. മേപ്പടിയും കണ്ടപ്പോഴത്തേക്കും ആദ്യമായിട്ട് എനിക്ക് ഉണ്ണിയോട് ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം എൻ്റെ ബോഡി പോലത്തെ ഒരു ബോഡിയൊക്കെ ആയിരുന്നു അതിൽ, കുറച്ച് വയറൊക്കെ ചാടി. അങ്ങനെ RDX കണ്ടപ്പോൾ എനിക്ക് പെപ്പയോട് ഭയങ്കര ഒരു ആത്മാർത്ഥമായിട്ടൊരു സ്നേഹം തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ ബോഡി എൻ്റെ ബോഡി പോലെയൊക്കെ ചെറുതായിട്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോഴത്തേക്കും ഇദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു അസൂയാണ് തോന്നിയത്. എന്ന് വെച്ചാൽ അദ്ദേഹം അത്രയും ട്രാൻസ്ഫോം ചെയ്തു ഈ കഥാപാത്രത്തിന് വേണ്ടി. ഹാറ്റ്സ് ഓഫ് ടു പെപ്പെ. പിന്നെ നമ്മുടെ സെഞ്ചുറി ഫിലിംസ് ആണ് ഇത്, വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്. പിന്നെ ഷിബു ചേട്ടൻ്റെ ബാനർ, ഷിബു ചേട്ടൻ്റെ മകനാണ് അച്ചു. ഒരു വളരെ നല്ലൊരു ടീമായിരുന്നു. പനോരമ സ്റ്റുഡിയോസ്, ടോം, എബി, ഇവരൊക്കെ ഇതിൻ്റെ നിർമ്മാണ പങ്കാളികളാണ്. അജുവായിട്ട് എനിക്കറിയില്ല എത്രാമത്തെ പടമാണ്. അജുവായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട പേര് ജസ് കുക്കു, ആൻ്റണിയുടെ മകളായിട്ടാണ് അഭിനയിക്കുന്നത്. എനിക്ക് കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ജസ് കുക്കുമായിട്ട് അഭിനയിക്കുന്നത്. ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്. അതുപോലെ എടുത്തു പറയേണ്ട കാര്യമില്ല. കുട്ടികൾ ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്. ഭയങ്കര പേടിച്ചിട്ട് വേണം ഇവരായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും. അപ്പം അങ്ങനെ ഒരുപാട് വലിച്ചു കിട്ടുന്നില്ല. അപ്പം ഇതാണ്. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളിൽ എത്ര പേർക്ക് സിനിമയിൽ വരാൻ ആഗ്രഹമുണ്ട്? ഇപ്പം മീഡിയയിൽ എല്ലാവരും ഭയങ്കര പ്രഗത്ഭരാണ്. സിനിമയിലോ മീഡിയയിലോ എവിടെയായാലും ചാൻസ് ചോദിക്കുക. ചാൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടും. അവിടെ നിന്ന് പിടിച്ചു കയറുക. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നത് ഞാനൊരു 2 ആഴ്ച മുമ്പ് നിങ്ങളെ എല്ലാവരെയും ഒന്ന് കണ്ടതാണ് പൊന്മാൻ്റെ പ്രസ് മീറ്റിൻ്റെ സമയത്ത്. അപ്പോൾ വീണ്ടും ഇപ്പോൾ ദാവിദിൻ്റെ ടീമിൻ്റെ കൂടെ വന്നിരിക്കുകയാണ്. ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ഈ സിനിമയെക്കുറിച്ച്. നമ്മൾ പെപ്പെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് എന്തായാലും പടത്തിൽ അടി കാണും എന്നുള്ളൊരു തോട്ട് എന്തായാലും എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ ഇതിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫാമിലി ഇമോഷനാണ്. ഒരുപാട് വലിയ അല്ലെങ്കിൽ ഈ ത്രൂ ഔട്ട് ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഉള്ള മൊമെന്റ്സ്, ഫാമിലി ഇമോഷൻസ്, അത് ഭയങ്കര രസമായിട്ട് എഴുതിയിട്ടുണ്ട് ദീപു. അതേപോലെ എൻ്റെ അടുത്ത് ഗോവിന്ദ് വന്ന് കഥ പറഞ്ഞപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അടിയേക്കാൾ അല്ലെങ്കിൽ ഈ ബോക്സിങ് എന്ന് പറയുന്ന എലമെൻറ്റിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പറയുന്ന ഫാമിലി എലമെൻറ്റ്സ് ആണ്. അത് വളരെ നല്ല രീതിക്ക് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗോവിന്ദ് ആണെങ്കിലും ദീപു ആണെങ്കിലും ടെൻഷനിലാണ്, എന്നാലും കോൺഫിഡൻ്റ് ആണ്. നന്നായിട്ട് തന്നെ അവരുദ്ദേശിച്ച പോലെ തന്നെ പടം വന്നിട്ടുണ്ട് എന്നുള്ളതിൽ. അതേപോലെ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ആൻ്റണി ഇതിനു വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും റിസൾട്ട് എന്തായാലും ഈ പടം ഇറങ്ങുമ്പോൾ, പടം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ. അതേപോലെ ആദ്യമായിട്ടാണ് ഇത്, ഫസ്റ്റ് പടമാണ് മോയുടെ. അപ്പോൾ അത് വളരെ ഗംഭീരമായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതേപോലെ അതാ എൻ്റെ മോള് ജസ്, ഞങ്ങൾ 2ാമത്തെ തവണ ഇതിനു മുമ്പ് ഒരു സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ജസ്സിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ജസ് ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ കിടിലൻ ആക്ടറാണ്. പിന്നെ സൈചേട്ടൻ്റെ കൂടെ എനിക്ക് വളരെ കുറച്ച് കോമ്പിനേഷൻസേ ഉള്ളൂ, പക്ഷെ ഉള്ളതൊക്കെ ഭയങ്കര രസമുള്ള കോമ്പിനേഷൻ സീൻസാണ്. എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷ. അപ്പോൾ എല്ലാവരും എന്തായാലും തിയേറ്ററിൽ പോയി സിനിമ കാണുക. ഇതൊരു ആക്ഷൻ പടം എന്നല്ല അല്ലേ, ഒരു കംപ്ലീറ്റ് ഒരു എൻ്റർടൈനറാണ്, ഒരു ഫാമിലി സ്പോർട്സ് ഡ്രാമ ആണ്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. ഇപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. എന്ത് കഥാപാത്രമാണെങ്കിലും അവരൊക്കെ എന്താണ് തൻ്റെ സിനിമയിൽ ചെയ്യേണ്ടതെന്ന് സംവിധായകൻ എന്നുള്ള നിലയിൽ, അതും ആദ്യ സിനിമ സംവിധാനം ചെയ്യുന്ന വ്യക്തിയുള്ള നിലയിൽ ഗോവിന്ദിൻ്റെ ആ ക്ലാരിറ്റി ഈ സിനിമയുടെ എല്ലാ മേഖലയിലും 100% ആത്മാർത്ഥമായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നാളെ ഓൺ സ്ക്രീനിൽ റിഫ്ലക്റ്റ് ചെയ്യും. അച്ചുവിനും കുച്ചുവൻ സാറിനും ആൻ്റണിക്കും മോഹനും ലിജോയ്ക്കും സൈചേട്ടനും ജസ്സിനും ദീപുവിനും ഞാൻ കുറച്ചേ ഉള്ളൂ സിനിമയിൽ. അതുകൊണ്ട് ഞാൻ അധികം ഇൻട്രാക്ട് ചെയ്തിട്ടില്ല ടീമായിട്ട്. ഞാൻ ഗോവിന്ദിനോടും ദീപുവിനോടും സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. ഇങ്ങനെ ഒരു റോള് തന്നതിന്. ഒരു മണ്ടൻ ബിസിനസ്സുകാരൻ്റെ അത് കുറേ കാലമായി ഒരു മണ്ട വേഷം തന്നിട്ട് ഐ ആം വെരി ഹാപ്പി. നാളെ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പുണ്ട്, സ്ക്രീനിൽ തീ പാറാൻ സാധ്യതയുണ്ട് ഇവരുടെ ടീം. അത്ര ഇടി രണ്ടുപേരും വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. താങ്ക് യു.
അപ്പോൾ എല്ലാവരും മൂവി കാണണം. കടം വാങ്ങിച്ചിട്ടാണെങ്കിലും പൈസ ഇല്ലെങ്കിലും പോയി കാണണം. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് മിണ്ടൂല. താങ്ക് യു. ഇവരെല്ലാം പറഞ്ഞതിനപ്പുറം കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ അധികമൊന്നുമില്ല. ഒന്നും മെയിനായിട്ട് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ആദ്യം ഗോവിന്ദിനോടാണ്. ഗോവിന്ദ് ഒരു 2 years മുന്നെയാണ് ഈ സ്ക്രിപ്റ്റുമായിട്ട് വരുന്നത്. അപ്പം അത് കേട്ട ഉടനെ തന്നെ ഗോവിന്ദ് ആക്ച്വലി വേറൊരു കഥ പറയാനായിരുന്നു വന്നത്. അപ്പം അത് കൊള്ളാം, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഗോവിന്ദ് പറഞ്ഞു ഒരെണ്ണം ഉണ്ട്, ഇച്ചിരി കൂടെ ഒരു വലുപ്പമുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പം ഞാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. കേട്ട ഉടനെ ഞാൻ പറഞ്ഞു നമുക്കതല്ല, ഇതാണ് ആദ്യം ചെയ്യേണ്ടത്, ഇത് നമുക്ക് ഉടനെ തന്നെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഗോവിന്ദിൻ്റെ ആ സ്വപ്നത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയതിൽ ഭയങ്കരമായ സന്തോഷമുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ട ആൻ്റണിയോടാണ്. പുള്ളി ഇതിനെ കഷ്ടപ്പെട്ടത് നേരിട്ട് കൂടെ നിന്ന് കണ്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. പുള്ളിയുടെ ഈ എഫേർട്ട് എടുത്തിട്ടാണെങ്കിൽ ഈ സിനിമ ഒരിക്കലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പുള്ളി ഒരു സാധാരണ ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി ഒത്തിരി ഇതിന്റെ കൂടെ നിന്നു എന്നാണ്. ഒരു 3 months മൂവിക്ക് മുന്നേ തന്നെ 3 months ഇതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ട വന്നു. പുള്ളി ഓരോ ദിവസവും ബാക്കി ഇതിന്റെ ബോക്സിങ്ങും ഡയറ്റും വർക്കൗട്ടും എല്ലാത്തിൻ്റെയും കൂടെ പുള്ളി എന്നെ മേലെ അഭിനയിക്കേണ്ടതുണ്ടായിരുന്നു. പുള്ളിക്ക് ടൈം ഇല്ലായിരുന്നു. പുള്ളിക്ക് ആക്ച്വലി ടൈമില്ല, ഒന്നും ചെയ്യാൻ പേഴ്സണൽ കാര്യങ്ങൾക്കൊന്നും ടൈമില്ലാതെ ഓടി നടക്കുന്നത് ഞാൻ കണ്ടു. ഇത്ര എഫേർട്ട് എടുത്തതിന് ആന്റി ശരിക്കും താങ്ക് യു. അതേപോലെ തന്നെ ഇസ്മായിൽ, ഞാൻ ഇതിനു മുന്നേ നിമിത്തങ്ങളിലൊന്നും വലുതായിട്ട് വിശ്വസിക്കാത്ത ഒരാളായിരുന്നു. പക്ഷെ ഈ സിനിമയിൽ ഒത്തിരി പേര് കറക്റ്റായിട്ട് ചേരേണ്ട ആൾക്കാർ വന്നു എന്നുള്ളതാണ്. ഒരു എന്താ പറയാ, സിനിമയുടെ ഒരു ഓൾമോസ്റ്റ് ഒരു വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഷൂട്ടിന് തൊട്ട് മുന്നെയാണ് മോനെ നമുക്ക് ഈ സിനിമയിലേക്ക് കിട്ടിയത്. പക്ഷെ കിട്ടിക്കഴിഞ്ഞ് അല്ലാതെ വേറൊരാളെ എനിക്ക് ഈ ക്യാരക്ടറിനെ സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അപ്പൊ സ്പെഷ്യൽ താങ്ക്സ് ടു മോ. അതേപോലെ തന്നെ സവിചേട്ടനും ഈ പറഞ്ഞ പോലെ ഒരു ലാസ്റ്റ് ഒരു ക്രിട്ടിക്കൽ ഒരു സമയത്താണ് സവിചേട്ടൻ വന്നത്. അജുചേട്ടനും കുട്ടേട്ടനെ ഇവിടെ ഇല്ല. പക്ഷെ കുട്ടേട്ടന്റെ ഇപ്പം അടുത്ത് കാണുന്ന ക്യാരക്ടേഴ്സിനോട് തന്നെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണിത് എന്നാണ് എൻ്റെ വിശ്വാസം. പുള്ളി ഒരു ആർട്ടിസ്റ്റിനെ ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളി അഭിനയിക്കുന്നത് കണ്ട് പലപ്പോഴും ഞെട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ലിജോയും അമേസിങ് പെർഫോമൻസ് ആണ്. ആദ്യത്തെ ലിജോ വന്നപ്പോൾ പുള്ളിക്കാരത്ത് എന്ത് ഈസായിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. വളരെ സ്ട്രോങ് ഒരു ക്യാരക്ടറാണ് ലിജോ ചെയ്തേക്കുന്നത് അത്. അപ്പം അത്രയൊക്കെ എനിക്ക് പറയുള്ളൂ. അപ്പം എല്ലാവരും ഇതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്ത സപ്പോർട്ടിന് താങ്ക്സ്. ഈ സിനിമയുടെ കൂടെ നിൽക്കുക. ഒത്തിരി ഫ്രഷേഴ്സിന്റെ ഒരു ഓണസ്റ്റ് അറ്റംപ്റ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഞാൻ മീഡിയ റെസ്പോൺസ് ആ പേജോടെ പ്രൊപ്പോസ് 5 പേർക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഈ ദിവസങ്ങൾ വന്നോളൂ. റിപ്പീറ്റഡ് ആയിട്ട് ഭയങ്കര ബോറിംഗ്. കാരണം അതങ്ങനത്തെ ഒരു ചുമ്മാ ഒരു വിഷയമല്ല. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ബിഗ് ഇൻഡസ്ട്രി, ഇത്രയും വലിയൊരു ടാക്സ് പേയിങ് ഇൻഡസ്ട്രി കുറിച്ചുള്ള ഒരു ഇതൊക്കെയാണ്. അപ്പം എൻ്റെ പേഴ്സണൽ അഭിപ്രായം, ഞാൻ കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് ആ പ്ലേസോടെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് പ്രസ് മീറ്റ് ദാവീദിൻ്റെ അല്ലേ. ഞാൻ ആദ്യം ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു. ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് നമ്മൾ സിനിമ എടുക്കാൻ ആണ് 2015 എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിട്ടാണ് കൊച്ചിയിൽ വന്നത്. അപ്പോൾ ഈ ഒരു 10 years ട്രാവലിൽ ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി സർവൈവ്ഡ് ഇൻ കൊച്ചി. ഇപ്പോൾ ചെറിയ അഡ്വർടൈസ്മെൻറ്റ്സ് ആയാലും VFX വർക്കുകളായാലും നമ്മൾ സിനിമയിൽ സർവൈവ് ചെയ്തു എന്നുള്ളതാണ്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടായാലും സർവൈവ് ചെയ്തു എന്നുള്ളതാണ് ഭയങ്കര സന്തോഷം. പിന്നെ നമ്മൾ ഒരു കഥ എഴുതി, ഒരുപാട് കഥകൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ദാവീദാണ് ആദ്യമായിട്ട് കഥ പറയാൻ അച്ഛൻ്റെ അടുത്ത് പോകുന്നത്. അപ്പം അച്ചുവും മറ്റൊരു കഥയായിട്ടാണ് അച്ചുവിൻ്റെ അടുത്ത് പോകുന്നത്. അച്ചു വേറൊരു കഥയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു പുതുമുഖ സംവിധായകന് നിങ്ങൾ ഒരിക്കലും തരില്ല, ആ കഥ ഞാൻ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ അച്ചുവും ഷിബു ബേജോൺ സാറും ഒരേ സ്വരത്തിൽ പറഞ്ഞു നമ്മൾ ഈ സിനിമ ചെയ്യുകയാണ്. ബിക്കോസ് സിനിമ ഒരു വലിയ സിനിമയായിരുന്നു. ഇപ്പം മോയെ പോലെ ഒരു ആക്ടറിനെ വേണം, പുറത്തുനിന്ന് ആക്ടർ വരണം. അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ലെവലിൽ ഭയങ്കര വലിയൊരു പടമായിരുന്നു. അപ്പോൾ അവരത് കട്ടയ്ക്ക് കൂടെ നിന്നു. കാരണം നമ്മൾ ചെയ്തിട്ടുള്ള ചെറിയ പരസ്യങ്ങളൊക്കെ അവർ കണ്ടിട്ടുള്ളൂ.
അവരുടെ വിശ്വാസമായിരുന്നു. അവർ കൊടുത്ത അച്ചുവും ശിവസാറോടെ കൊടുത്ത വാക്കാണ് കൊച്ചുമോൻ സാർ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ കൊച്ചുമോൻ സാർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു കാര്യങ്ങൾ കുറച്ചുകൂടെ. കാരണം ഭയങ്കര സപ്പോർട്ടായിരുന്നു ചെയ്തത്. ഞാൻ ചോദിച്ചതെല്ലാം പടത്തിന് തന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ ജേണിയിൽ എൻ്റെ സ്ട്രഗിളിൻ്റെ പേ ഓഫ് എന്ന് പറയുന്നത്, ഞാൻ സിനിമ തുടങ്ങുന്നതിന് വരെ മനസ്സിലാക്കിയിരുന്നത് പേ ഓഫ് ഈസ് സക്സസ് എന്നായിരുന്നു. പക്ഷേ ഈ സിനിമ തുടങ്ങി ഷൂട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പേ ഓഫ് സക്സസ്സിന് ഉപരി എൻ്റെ സ്ട്രഗിൾസിൻ്റെ, എൻ്റെയും ദീപുവിൻ്റെയും സ്ട്രഗിൾസിൻ്റെ പേ ഓഫ് എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് കിട്ടിയ നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനിയായിരുന്നു. എൻ്റെ സിനിമയിൽ സഹകരിച്ച ക്രൂ ആയിരുന്നു. എൻ്റെ ക്രൂ എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ഒരു ഭയങ്കര ശക്തി. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസെയിൻ ക്രൂ ആയിരുന്നു അവർ. എനിക്ക് ആക്ച്വലി ഒരു ബസ്സിൽ റിഗ് ഇടാൻ സാധിച്ചില്ല, റിഗ് വന്നില്ല. അപ്പോൾ മിന്നൽ ബാബു ഏട്ടൻ എന്ന് പറയുന്ന മിന്നൽ ക്രെയിൻ്റെ ബാബു ഏട്ടനുണ്ട്. ബാബു ഏട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ നീ വിഷമിക്കണ്ട, ഞാൻ ഓടുന്ന വണ്ടിയിൽ മറ്റേ ജിബിട്ട് തരാം എന്ന് പറഞ്ഞു. അയാൾ ജിബിട്ട് എനിക്ക് ഷൂട്ട് ചെയ്ത് തന്നു. എനിക്ക് വള്ളത്തിൽ പ്ലാറ്റ്ഫോം അടിക്കാൻ പറ്റിയില്ല, വള്ളം ബാഡായിരുന്നു വന്ന വള്ളം. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു വള്ളത്തിനകത്ത് ജിബ് ഇട്ടു. അപ്പം ഞങ്ങൾ പ്രൊഡ്യൂസർ വന്നിട്ട് ചോദിച്ചു അത്രയും വലിയ ജിബ് എങ്ങനെ ഇട്ടു എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് നോ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു ഒരു കാര്യത്തിനും. ഇപ്പോൾ എൻ്റെ മേക്കപ്പ് മാൻ ഉണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്ത പല പടങ്ങളിലും മേക്കപ്പ് മാനൊക്കെ വന്നിട്ട് നിന്നിട്ട് പോകും, 2 ദിവസം വരും. 72 ദിവസം എൻ്റെ കൂടെ അവർ ട്രാവൽ ചെയ്തു. ഇപ്പം എൻ്റെ ഒരു ഓപ്പണിംഗ് സീക്വൻസിന് പ്രതിഭട്ടൻ എന്ന് പറയുന്ന ഒരാൾ അയാൾ എവിടെ നിന്നൊക്കെയാണ് ആ കോസ്റ്റ്യൂം തപ്പിയെടുത്തുകൊണ്ട് വന്ന് എനിക്കത് ചെയ്തു തന്നെന്ന് എനിക്കറിയില്ല. ലിറ്ററലി ആന്റണീനെ ഇട്ടത് നിർത്തി കളഞ്ഞു. ഞാൻ ആഗ്രഹിച്ച പോലെ ഞാൻ കൈയടിക്കാനും പോകാനൊക്കെ പ്രത്യേകം ഒരു ഹരം കിട്ടുന്ന ചിത്രമാണ് ആക്ഷൻ പടങ്ങളുള്ളത്. പക്ഷെ ഇപ്പോൾ ആക്ഷൻ പടങ്ങൾ അല്ലെങ്കിൽ വയലൻസ് തുറന്ന് ഒരു എന്റർടൈൻമെന്റായി മാറുന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടോ? ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇല്ല, വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതിപ്പോ എന്റെ അടുത്ത് പറയാൻ പറഞ്ഞു. എല്ലാവരും അടിപൊളിയായിരുന്നു. പ്രിൻസസ് ട്രീറ്റ്മെന്റ് ആയിരുന്നു എല്ലാവരും. ചേച്ചി ഭയങ്കര സാധനമായിരുന്നു. എല്ലായിരുന്നു ജസ്റ്റ് കിഡിങ് ജയിക്കാം. എല്ലാവരും ഭയങ്കര കൈൻഡായിരുന്നു, ഫണ്ണി ആയിരുന്നു, അടിപൊളിയായിരുന്നു. പേടിച്ചോ? വെറുതെ മൂവി ആയിട്ടൊക്കെ ഞാൻ ഇങ്ങനെ കാണും. ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ സൈനുൽ അഹമ്മദ് ഹെഡ് ബാൻഡ് ഇട്ടിട്ട് ഗാലറിയിൽ ഇരുന്ന് കാണിച്ചപ്പോ ഭയങ്കര ജലസായി പോയില്ല. അസൂയ RDX നീ തീർന്നടാ. ഒരു ഫാമിലി മാൻ നല്ല ഒരു ക്യാരക്ടർ നോക്കാണ് ഫസ്റ്റ് വരുന്ന മുഖം സൈച്ചേട്ടൻ. ഒരു ഫാമിലി കുടുംബത്തിൽ ഫസ്റ്റ് വരുന്ന മുഖം സൈച്ചേട്ടൻ. അങ്ങനെയുള്ള സൈച്ചേട്ടൻ എന്ന് പറയുകയാണ് അവസരങ്ങൾ അങ്ങോട്ട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും സ്ട്രഗിളിങ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. അത് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ഒരു സ്റ്റാർ വരെയും ആക്ച്വലി എനിക്ക് തോന്നുന്നത് സ്ട്രഗിൾ ചെയ്യുവാണ്. ചില അടുത്ത സിനിമ ഏതാ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകളായിരിക്കും അവർക്ക്. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് അടുത്ത സിനിമ ഇപ്പം ഫാമിലി മാൻ ആയാലും അല്ലെങ്കിലും അടുത്ത സിനിമ കിട്ടുക എന്നുള്ളതാണ്. ആ സിനിമ കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ എൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ബോൺ ആക്ടേഴ്സ് അല്ല, നമ്മൾ പഠിച്ച് സിനിമയിൽ നിന്നുള്ള എക്സ്പീരിയൻസ് പഠിച്ചതാണ്.
ഒരു 2-3 മാസം അല്ലെങ്കിൽ 6 മാസമൊക്കെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വളരെ ബാലിശമായിട്ട് വന്നു, പക്ഷേ അഭിനയം മറന്നുപോയോ, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുമോ? പക്ഷേ ഇത് എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയുമ്പോൾ ഇതൊരു സൈക്കിൾ ഓടിക്കുന്ന പോലെ, അല്ലെങ്കിൽ സ്വിമ്മിങ് നമ്മൾ ചെയ്യുന്നല്ലോ, അതായത് ഇപ്പോൾ ഒരു വർഷം നമ്മൾ ചെയ്തില്ലെന്ന് വെച്ചാൽ നമ്മൾ മറന്നൊന്നും പോവില്ല. പക്ഷെ എന്നാലും ഒരു ആദ്യമാണ് ഇത് ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. അപ്പോൾ അതുകൊണ്ട് നിരന്തരം സിനിമകളിൽ സജീവമായിരിക്കണമെങ്കിൽ നമ്മളങ്ങോട്ട് നമുക്ക് ജോലി വേണമെന്ന് പറയുക എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഞാൻ എല്ലാ ദിവസവും മിനിമം ഒരു കഥയെങ്കിലും കേൾക്കുന്ന ഒരാളാണ്. എല്ലാവരുടെയും കഥ കേൾക്കും ഞാൻ. അങ്ങനെ ഇപ്പം ആരുടെയാണ് ഓക്കെ പരിചയത്തിൻ്റെ ത്രൂ വന്നു, അല്ലെങ്കിൽ ഇപ്പം ഗോവിന്ദനെ എനിക്ക് പരിചയമുള്ള ഗോവിന്ദൻ്റെ ഒരു ഫ്രണ്ട് എന്നോടൊരു കഥ പറയണം, എനിക്ക് വിഷയമില്ല. എനിക്ക് വാട്സാപ്പിൽ റാൻഡംലി ചിലവർ മെസ്സേജ് അയക്കും കഥ പറയണമെന്ന്, ഞാൻ അവർക്കും സമയം കൊടുക്കാറുണ്ട്, ഞാൻ അവരുടെ കഥ കേൾക്കാറുണ്ട്. അതിൻ്റെ കാരണം എവിടെയാണ് ബിരിയാണി കിട്ടാൻ പോകണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനത്തെ ഒരു മെഗാ ബിരിയാണി ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു ബിരിയാണി എപ്പോഴെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ. ഇപ്പോൾ തിയേറ്ററിൽ പൊന്മാൻ സൂപ്പർ ഹൈറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ടൈറ്റിൽ എല്ലാവരും പറഞ്ഞു വെച്ചാൽ സ്ട്രഗിൾസ് ഓഫ് എ കോമൺ മാൻ എന്നുള്ളതാണ് അതിൻ്റെ ടൈറ്റിലായിട്ട് എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്നതാണ് തിയേറ്ററിലായിരിക്കുന്ന ഒരു എഫക്റ്റ്. അപ്പോൾ ദാവീദിലുള്ള കഥാപാത്രം കാണുമ്പോൾ ആളുകൾ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ കൈ കൊടുക്കാൻ എന്തായി കൊടുക്കുക? എൻ്റെ കൊടുക്കാൻ സാധ്യതയുണ്ട്. അതെ, സ്ട്രഗിൾ ഓഫ് എ കോമൺ വുമൺ. ഇല്ല ഇതിൽ എനിക്ക് എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഫൺ എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടർ. ഇപ്പം സ്റ്റെഫിയെ പോലെ അങ്ങനെ ഒരു ഭയങ്കര ഒരു ക്രേഷി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊന്നുമല്ല. അത്യാവശ്യം ഒരു ഫാമിലിയെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ലേഡിയാണ്. അതെ, ചിരിക്കുന്ന ക്യാരക്ടറാണ്. ആഗ്രഹമുണ്ട് ആരെങ്കിലും ഒക്കെ അങ്ങനെ വിളിച്ചാൽ പോകണം ചെയ്യണം എന്നൊക്കെ, പക്ഷെ ഇതിലില്ല, ഇടിയടിയൊന്നുമില്ല. ഇല്ല. അതേപോലെ തന്നെ ഇനി അടുത്ത സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ആകുന്നത് പെപ്പയുടെ അടുത്ത ലൈനപ്പുകളാണ്. അതായത് അടുത്ത ഹാസിന്റെ കൂടെ ഡ്യൂക്ക് കോമ്പിനേഷനിൽ അത് അതിന് ക്ലാരിറ്റി പെപ്പറിനെ കൊടുക്കണം. കാരണം അത് കുറെ ആയി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ കുറിച്ചുള്ള എന്താണ് ക്ലാരിറ്റി? അത് കൂടാതെ മാർക്കോടെ പ്രൊഡ്യൂസറുടെ കൂടെ ഒരു പടം, എന്താണ് അതിനെ കുറിച്ച് ഹാസിൻ്റെ കൂടെ ഒരു പടം ചെയ്യുന്നുണ്ട്. അത് ഏത് പടമാണെന്ന് ഞാൻ പറയില്ല. പിന്നെ നേരത്തെ പറഞ്ഞത് ശരിയാണ്, മറ്റേ ഷെരീഫിക്കയുടെ കൂടെ ഒരു പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ഒരു ഫ്രണ്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ 2 പടമാണ്. അല്ല, അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പോൾ പുറത്തേക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ പടം ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. അതിന്റെ പരിപാടികൾ നടക്കണല്ലോ. നല്ല പടമായിരിക്കും, അടിപൊളി പടമായിരിക്കും. They were asking why you come here, because there's no one to beat Pepe in industry. And തിരക്കഥ ഡിമാൻഡ് ചെയ്തു, മോയെ വിളിച്ചു. തിരക്കഥ ഡിമാൻഡ് ചെയ്തത് ഒരു വിദേശ താരത്തെയാണ്, ഇൻഡസ്ട്രി വിദേശ താരം ഇല്ല. അതെ, അതിലൊരാള് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ഉള്ള എല്ലാരും ഇടിച്ച് തീർന്ന് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് ഞങ്ങളുടെ വിനീത് തട്ടിലേട്ടൻ ആ ഡയലോഗ് പറയുന്നുണ്ട്. ആൻഡ് ആരും മോയോടൊരു ചോദ്യം ചോദിക്കുന്നില്ലേ, വൈ ദിസ് ഇംഗ്ലീഷ്? Well, first things first, I want to say something to follow up your question. I just want to say Pepe is my favorite action star, so to share the screen with him actually is an honor. Thank you, brother. It was a beautiful experience. And to answer your question, Kerala from day one has been an incredible place. I've had many friends from here, but I never had the opportunity to come. So when I, of course, got contacted for the movie and everything came, I landed here, I think, in 72 hours.
And right away, I got integrated with the people, the culture. I was very familiar with everything. From the second day, I was walking the streets. I was doing everything on my own. You gotta see everything, actually. So I love Kerala. I love all of India. Actually, I've been to different parts as well. I'm honored to be here, and I'm very thankful to be here. So thank you very much. Your favorite Well, I'll tell you from now. So before I came, I'll be very honest. I've seen and I've heard, of course, about certain titles. But as soon as we locked in the movie, I wanted to see some of my colleagues' work. So I saw actually RDX from Pepe. I've also seen a couple of trailers from the rest of the team, their work. I still want to watch some of those films. We need to find the subtitles. But I'm interested to watch more, and I'm very happy to be part of one now, and hopefully many more to come. How is Pepe Kick? So I will tell you again. So I will tell you again also my background. So my background, I started fighting at a very young age, 6 years old, started training at a very young age. I was boxing, I was doing karate for a long time. I was also playing American football. So I know what pain really is, and I understand hard hitting. So to engage with Pepe over a span of 11 or 12 straight days, he's a hard hitter. And the best part for the movie, you guys need to understand something. Because we live in 2025 and we are shooting everything 8K, ultra slow motion, whether on phantom cameras, red cameras, you cannot fake any actions. So everything in this film is absolutely real. Every punch was landed real. Whether it was to the face of mine or Pepe, it was 100% real. Whether it was to the ribs, the body, or anywhere else, 100% real. And I'll also have to give credit to the rest of the boxers that were on the team, because unfortunately they saw my wrath. They came, of course, and it was a great fights, but want to give them a big shout out. So I will tell you, Pepe is one of the toughest people I've met, because I hit him also very hard, but he returned it very well, and I'm proud of him. And just to remind everyone, he is now the only actor in India with a professional boxing license. So don't mess with the guy.